ശരിക്കും ഇന്നസെന്റ് മരിച്ചപ്പോൾ അന്ന് രാവിലെ ഒന്ന് കോൾസ് മുഴുവൻ ഇതായിരുന്നു. ഒറ്റ ചോദ്യമുള്ളൂ എല്ലാവർക്കും, ഇന്നസെന്റ് ക്യാൻസർ കൊണ്ടാണ് മരിച്ചത്. ക്യാൻസർ കൊണ്ടാണ് മരിച്ചതെന്ന് അറിയാൻ പലരും ഇങ്ങനെ തകർന്നു പോകും. ഒരു പേഷ്യന്റ് മുറി കയറി ഞങ്ങൾ ഓങ്കോളജിയെ കുറിച്ച് സംസാരിക്കില്ല, രോഗത്തെക്കുറിച്ച് സംസാരിക്കാറില്ല. നാളെ യൂറോപ്യൻ കപ്പ് നടക്കുന്നു, അത് ആര് ജയിക്കും? ഇംഗ്ലണ്ട് ജയിക്കോ അതോ സ്പെയിൻ ജയിക്കോ എന്ന് ചോദിക്കും. ഒരു അമ്മ ചിലപ്പോൾ എന്നൊരു അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിക്കില്ല. അമ്മ പറയും ഞാൻ ഇപ്പോൾ ഇന്ന് ചികിത്സിക്കില്ല, ഞാൻ വരില്ല, കാരണം എനിക്ക് മോളുടെ കല്യാണം നടക്കണം, അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം. ഇത് നമ്മൾ കഥയൊന്നുമല്ല, സാധാരണ നടക്കുന്ന സംഭവമാണ്. പേഷ്യന്റിനെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ലെന്ന് വിചാരിക്കും. അങ്ങനെ ഒരു പേഷ്യന്റിന് നമുക്ക് വളരെയധികം വില കൂടിയ മരുന്ന് കൊടുത്ത് ഒരാഴ്ച നീട്ടി കൊടുക്കാം, അല്ലെങ്കിൽ ഒരു മാസം നീട്ടി കൊടുക്കാം എന്ന് ഒരു അർത്ഥമില്ല. ഇപ്പം ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ 3 പേര് വിചാരിക്കും നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടെന്ന് വിചാരിക്കും. കാരണം സിംറ്റം അതാണ്, വിട്ടുമാറാത്ത ചുമ, അല്ലെങ്കിൽ ചുമച്ചുകൊണ്ടേ ഇരിക്കുക വരും. പ്രത്യേകിച്ച് പുക വലിക്കുന്നത്, കോഴിയുടെ എല്ലാം ചുമച്ചുണ്ടാക്കുന്നത്. നമ്മൾ വന്ന് കല്യാണത്തിന് വിളിക്കും, സാറ് വരണ്ട കേട്ടാന്ന്. പോയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പേഷ്യൻ്റൊന്നും ആയിരിക്കില്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക സംശയത്തോടെ. അതായത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനത്തേക്കാൾ കേരളം ഫാർ ബെറ്ററാണ്. അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ ക്യാൻസർ കൂടുതലെന്നുള്ള ഒരു കണക്ക് വരുന്ന ഒരു കാരണം അത് തന്നെയാണ്. ജനകീയനായ ഡോക്ടർ, പ്രശസ്ത ക്യാൻസർ രോഗവിദഗ്ധനായ ഡോക്ടർ VP ഗംഗാധരന് ഏറ്റവും അധികം ചേരുന്ന വിശേഷണങ്ങളിൽ ഒന്നായിരിക്കും ഇത്. ക്യാൻസർ എന്ന് കേൾക്കുമ്പോഴേക്കും മരണം സുനിശ്ചിതമെന്നൊക്കെ വിശ്വസിച്ചിരുന്ന ആളുകൾക്ക് പ്രത്യാശയോടെ ജീവിതത്തെ സമീപിക്കാനൊക്കെ സഹായിച്ച വ്യക്തിത്വമാണ് ഇദ്ദേഹം. ക്യാൻസർ രോഗത്തിന് ഇപ്പോഴും സ്റ്റിഗ്മയോടെ കാണുന്നതിനെക്കുറിച്ചും രോഗപ്രതിരോധത്തിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ജീവിതത്തിൽ മറക്കാത്ത അനുഭവങ്ങൾ സമ്മാനിച്ച് കടന്നുപോയവരെക്കുറിച്ചും ഒക്കെ മാതൃഭൂമി.com പങ്കുവെക്കുകയാണ് അദ്ദേഹം. മാതൃഭൂമി.com പോണ ആ സ്നേഹഗംഗ കോളത്തിൽ വായിച്ചിട്ടുണ്ടായത്, അതായത് ഡോക്ടറുടെ അടുത്താണ് വരുന്നതെന്നുള്ളത് പറയരുത്, പക്ഷെ കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേര് പറയരുത് ഡോക്ടറിന്റെ, കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ ആണെന്ന് മനസ്സിലാവും. ശരിക്കും അങ്ങനത്തെ അനുഭവം ഉണ്ടാവാറുണ്ട്. അത് ചെറിയ അനുഭവമാണ്, വലിയ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മൾ വന്ന് കല്യാണത്തിന് വിളിക്കും, ഇപ്പോഴല്ല പണ്ട് അതൊക്കെ ട്രീറ്റ്മെൻറ്റ്. നമ്മൾ കല്യാണം വെച്ചിട്ട് പറയും സാറ് വരണ്ട കേട്ടാന്ന്. എന്നാൽ പോയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പേഷ്യൻ്റൊന്നും ആയിരിക്കില്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക സംശയത്തോടെ. അതായത് ഈ കല്യാണം കഴിക്കുമ്പോൾ ബോയ് വിചാരിക്കുന്നത് അവൾക്ക് എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു, ഡോക്ടറെ ചികിത്സിച്ചത്. പെണ്ണ് വിചാരിക്കാൻ പോകുന്നത് ഇവനെന്തോ പ്രശ്നം ഉണ്ടായിട്ട് ഞാനത് ചികിത്സിച്ചത്, അപ്പോൾ ആ പ്രശ്നമായി. അതുകൊണ്ട് ദയവ് ഇത് സംഭവിക്കാറുണ്ട്. ഇതിനേക്കാൾ രസമായ സംഭവം ഉണ്ടായത്, നമ്മളെ OP വന്നിരിക്കില്ലേ, OP വന്നിരിക്കുമ്പം ഒരു തമാശ പറ്റി പറഞ്ഞാൽ അത് നമ്മുടെ സിദ്ധാർത്ഥ് ശിവയുടെ വാചകമാണ്. കൂടാതെ കൂടെ വന്നാൽ അടുത്തിരിക്കുന്ന ആളെ നോക്കും, നോക്കിയിട്ട് അവൻ്റെ മനസ്സിൽ വിചാരിക്കുന്നതല്ല നിനക്ക് ഈ കഷ്ടകാലം വന്നുമല്ലോ എന്ന് വിചാരിക്കും. അപ്പോൾ അവൻ ഇങ്ങോട്ട് നോക്കി വിചാരിക്കുന്നത് നീ ഇതുപോലെ തന്നെ വന്നിരിക്കുന്നത്, രണ്ടുപേരും പേഷ്യൻസ് ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് അങ്ങനത്തെ പല പ്രശ്നങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്. പക്ഷേ ഇതെല്ലാം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന. ഇപ്പം മാറി കേട്ടോ, ഇപ്പം മാറി. ഇപ്പം കല്യാണത്തിന് വിളിച്ച് വരണം എന്ന് പറഞ്ഞ പിള്ളേരെ കൂടുതൽ കേട്ടുക്കാം, ഇന്ന് പോകണം വരണം എന്ന് പറഞ്ഞ പിള്ളേർ ഉണ്ട്. നമ്മൾ ഈ റിലേഷൻഷിപ്പുകളുടെ കാര്യത്തിൽ പറയും ഭയങ്കര ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് കാണാണ്. അതേപോലെ തന്നെ ശരീരം, ഇപ്പോൾ ഈ ക്യാൻസർ ആണെന്നുണ്ടെങ്കിലും ശരീരം എന്തെങ്കിലും സിംറ്റംസ് കാണിക്കാതിരിക്കില്ലല്ലോ ഏതെങ്കിലും ഘട്ടങ്ങളിലൊക്കെ. അതിലെന്താ പ്രശ്നം വെച്ചാൽ ക്യാൻസറിൻ്റെ മാത്രമായിട്ടുള്ള ഒരു സൂചന എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഓരോ ക്യാൻസറിൻ്റെ സൂചനകൾ ഓരോന്നാണ്, അതും സ്പെസിഫിക് അല്ല. അപ്പോൾ ഇപ്പം ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ 3 പേര് വിചാരിക്കും നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ടെന്ന് വിചാരിക്കും. കാരണം സിംറ്റം അതാണ്. ഞാൻ പറഞ്ഞുതരാം. ഒരു കാര്യം ശരിയാണ്, വേദനയില്ലാതെ വന്ന് വളരുന്ന മുഴകൾ ഗുണങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് സിംറ്റമാണ്. വിട്ടുമാറാത്ത ചുമ, അല്ലെങ്കിൽ ചുമച്ചുകൊണ്ടേ ഇരിക്കുക വരും. പ്രത്യേകിച്ച് പുക വലിക്കുന്നത്, കോഴിയുടെ എല്ലാം ചുമച്ചുണ്ടാക്കുന്നത്, അതൊന്ന്. നമ്മുടെ മലമൂത്ര വിസർജന രീതിയിൽ വരുന്ന വ്യത്യാസങ്ങൾ, ചിലപ്പോൾ മലബന്ധമാകാം, ലൂസ് മോഷനാകാം. നമ്മൾ ആലോചിച്ചാൽ എല്ലാവർക്കും ഏതെങ്കിലും സമയത്തൊക്കെ ഉണ്ടായി കാണും. രക്തസ്രാവം എവിടെ നിന്നാണെങ്കിലും, അത് ഇൻക്ലൂഡിങ് പല്ല് തേക്കുന്നവരെ നമ്മൾ പറയും. പക്ഷേ അത് നമുക്ക് ചിലപ്പോൾ നീട്ടി ചീറ്റാണെന്നുണ്ടെങ്കിൽ മൂക്കിൽ നമ്മൾ ബ്ലഡ് വരും. അപ്പോൾ ഇതാ സിംറ്റമാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് അല്ലെങ്കിൽ നമുക്കൊരു വിശപ്പില്ലായ്മ, അകാരണമായിട്ടുണ്ടാകുന്ന തൂക്കക്കുറവ്, ശബ്ദത്തിൽ വരുന്ന വ്യത്യാസം. ഇപ്പോൾ എൻ്റെ ശബ്ദം മൂലം കുറച്ച് വ്യത്യാസമുണ്ട്, ജലദോഷം വന്ന വ്യത്യാസം വരിക. അങ്ങനെ നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും ക്യാൻസർ ഉണ്ടെന്ന് തോന്നും. ക്യാൻസറിൻ്റെ പ്രശ്നം അതാണ്. അതായത് സ്പെസിഫിക് സിംറ്റം എന്ന് പറയാനായിട്ട് ഒന്നും എടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യും, നിസ്സാരവൽക്കരിക്കും. പക്ഷെ അത് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് സംഭവിക്കാം. പക്ഷേ അതിനേക്കാൾ പ്രധാനം എന്താ വെച്ചാൽ നമുക്ക് പല ക്യാൻസറുകളും കണ്ടുപിടിക്കാൻ സാധിക്കും പ്രാരംഭദശയിൽ. നമ്മൾ അത് മിസ് ചെയ്യരുത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഞാൻ 30% നമുക്ക് പ്രിവെൻറ്റബിൾ ആണ്, 30% തടയാം, 30% കണ്ടുപിടിക്കാൻ സാധിക്കും. ആ കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ക്യാൻസറാണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. അതിൽ കോമണസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസറാണ്. നേരത്തെ കണ്ടുപിടിക്കാൻ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനെ കണ്ടുപിടിച്ചാൽ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ മെച്ചം എന്താ വെച്ചാൽ ക്യൂർ റേറ്റ് 100%. ഇറ്റ്സ് എ ക്യൂറബിൾ ക്യാൻസറാണ്. ലങ് ക്യാൻസർ നേരെ തിരിച്ചാൽ
ലങ് ക്യാൻസർ കണ്ടുപിടിക്കാൻ സാധിക്കില്ല ലാസ്റ്റ് സ്റ്റേജിൽ. എപ്പോഴും. ലങ് ക്യാൻസർ പലപ്പോഴും പ്രാരംഭ സ്റ്റേജിൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരാൾ ഒരു സർജറിക്ക് പോകുക, ഒരു ഹാർട്ടിൻ്റെ സർജറിക്ക് വേണ്ടി പോകുമ്പോൾ ഒരു എക്സ്റേ എടുത്തു, അപ്പോൾ എക്സ്റേ ഷാഡോ ഉണ്ട്, അല്ലെങ്കിൽ വേറെ ടെസ്റ്റിന് പോയപ്പോൾ, അപ്പോൾ ഇതിനു വേണ്ടി പോയതല്ല. അങ്ങനെ കണ്ടുപിടിക്കുന്നതിന് മാത്രം സാധാരണ ചുമയായിട്ട് ചെല്ലുമ്പോഴത്തേക്കും ഇറ്റ് ബി ആൻ അഡ്വാൻസ് സ്റ്റേജ്. അപ്പോൾ പ്രാരംഭ സ്റ്റേജിൽ കണ്ടുപിടിക്കാൻ സ്ക്രീനിങ് ടെസ്റ്റുകളും ഇല്ല. പക്ഷേ ഇറ്റ്സ് എ പ്രിവെൻറ്റബിൾ ക്യാൻസർ. നേരത്തെ പറഞ്ഞ ലൈഫ് സ്റ്റൈലിൽ 90% ലങ് ക്യാൻസറും സ്മോക്കേഴ്സിലാണ്. അപ്പോൾ സ്മോക്കിംഗ് നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ ദാറ്റ് ഇസ് കട്ടിങ് ഡൗൺ ടു അത്രയും പേഴ്സൻറ്റേജ് താഴെ വരെയാണ്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ സ്ട്രാറ്റജി എങ്ങനെയാണ്? അപ്പോൾ ലങ് ക്യാൻസർ പ്രിവെൻഷനാണ്, ബ്രസ്റ്റ് ക്യാൻസർ പ്രിവെൻഷൻ ഒരു പരിധി വരെ. പക്ഷേ മോർ ഇമ്പോർട്ടൻ്റ് ഇസ് സ്ക്രീനിങ് ആണ്, പ്രാരംഭത്തിൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ നമ്മുടെ സ്ട്രാറ്റജി. സെർവൈക്കൽ ക്യാൻസർ, ഗർഭാശയമുള്ള ക്യാൻസർ നമുക്ക് ഇതുപോലെയാണ്, നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും അല്ലേ? HPV വാക്സിനേഷൻ ഗോസ് ഫോർ എ ബ്ലോക്ക്. അപ്പോൾ നമുക്ക് തടയാൻ സാധിക്കുന്ന ഒരു സ്റ്റെപ്പ് അതാണ്. പ്രാരംഭ ദശയിൽ കണ്ടുപിടിക്കാൻ സാധിക്കും, കാരണം സിമ്പിൾ ടെസ്റ്റാണ് പാസ്മിയർ. അപ്പോൾ നമുക്ക് അവിടെ സ്ട്രാറ്റജി അതാണ്. നമുക്ക് വാക്യത്തുണ്ടെങ്കിൽ വരെ ക്യാൻസർ കണ്ടുപിടിക്കാൻ സാധിക്കും. അത് നമ്മൾ റുട്ടീൻ ഒരാൾ നോക്കിയാൽ മതി, നമ്മൾ ഡോക്ടറെ കൊണ്ട് നോക്കിയാൽ തന്നെ ഒരു പരിധി വരെ കണ്ടുപിടിക്കാൻ സാധിക്കും. പ്രോസ്റ്റേറ്റ് ക്യാൻസർ, വൻകുടൽ ക്യാൻസർ കണ്ടുപിടിക്കാൻ സാധിക്കുന്നത് പ്രാരംഭ ദശയിൽ. അപ്പോൾ നമ്മുടെ അവിടെ അതാണ് സ്ക്രീനബിൾ ക്യാൻസേഴ്സ് എന്ന് വെച്ചാൽ ബ്രസ്റ്റ്, സെർവിക്സ്, ഹെഡ് ആൻഡ് ക്യാൻസേഴ്സ്, പ്രോസ്റ്റേറ്റ്, കോളൻ ക്യാൻസേഴ്സ്, കോളറക്ടൽ, ഇതാണ് സ്ക്രീനബിൾ. അതിന് നമ്മൾ പോകണം. അതിന് പോകാൻ സ്ട്രാറ്റജീസ് ഉണ്ട്, ചെയ്യേണ്ട കാര്യമുണ്ട്. പക്ഷെ നമ്മളാരും പോവില്ല. ഒരു ടെസ്റ്റിന് പോയി കഴിഞ്ഞാൽ എല്ലാ മാസവും ഷുഗർ നോക്കുന്നവരുണ്ടാവും, എല്ലാ മാസവും കൊളസ്ട്രോൾ നോക്കുന്നവരുണ്ടാവും, ECG എടുക്കുന്നവരുണ്ടാവും. പക്ഷേ സ്ക്രീനിങ് ടെസ്റ്റ് ചോദിച്ചാൽ നമ്മൾ ആരും പോകുന്നവരുണ്ടാവില്ല. ദാറ്റ് ഈസ് എ പ്രോബ്ലം. അത് നമ്മുടെ പ്രോബ്ലം തന്നെയാണ്. അപ്പം നമുക്ക് പ്രിവെൻറ്റബിൾ ക്യാൻസേഴ്സ് യു ഷുഡ് ടേക്ക് സ്റ്റെപ്സ് ടു പ്രിവെൻറ്റ്. സ്ക്രീനബിൾ ക്യാൻസേഴ്സ് നമ്മൾ യു ഷുഡ് ഗോ ഫോർ സ്ക്രീനിങ് പ്രോഗ്രാംസ്. അങ്ങനെ വരുമ്പോൾ 50% ക്യാൻസറുകൾ നമുക്ക് തടയാനോ പ്രാരംഭ ദശയിൽ കണ്ടുപിടിക്കാനോ സാധിക്കുന്ന ക്യാൻസറുകളാണ്. അതാണ് നമ്മുടെ ഒരു മേജർ ത്രസ്റ്റ് ആയിരിക്കണം. നമ്മൾ പക്ഷേ അതിലേക്ക് നമ്മൾ ഒരിടത്തും എത്തിയിട്ടില്ല. നമ്മൾ പറയാം, നമ്മുടെ മലയാളി എത്ര മരുന്ന് വേണമെങ്കിൽ കഴിക്കാൻ തയ്യാറാണ്, ഏതൊക്കെ മരുന്ന് വേണമെങ്കിൽ കഴിക്കാൻ തയ്യാറാണ്. പക്ഷേ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിന് നമ്മൾ തയ്യാറില്ല. നമ്മൾ വി ഡോണ്ട് ഗോ ഫോർ സ്ക്രീനിങ് പ്രോഗ്രാംസ്. നമ്മുടെ എപ്പോഴും ചോദ്യം ഇതാണ്, ക്യാൻസർ വന്നാൽ രക്ഷപ്പെടുമോ എന്ന് നമ്മൾ ചോദിക്കാറ്. വേറെ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊരു ഹെൽത്ത് ക്വസ്റ്റ്യൻ ഇല്ല എന്നുള്ളതാണ്. ക്യാൻസറിൻ്റെ ഏറ്റവും വലിയ റിസ്ക് ഫാക്ടറിലൊന്നാണ് ഈ എപ്പോഴും ആദ്യമായിട്ടും വ്യാകുലതയോടും ഈ രോഗത്തെക്കുറിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നതും ഒരു പ്രശ്നമാണെന്ന്. പക്ഷെ നമ്മൾ പൊതുവേ ഉള്ള ആൾക്കാർ എല്ലാം സിംറ്റംസ് കണ്ടാൽ പോലും അയ്യോ ഇത് ക്യാൻസർ ആണോ എന്നാൽ പിന്നെ ടെസ്റ്റ് ചെയ്യണ്ട എന്ന് വിചാരിക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതും നെഗറ്റീവ് തന്നെയാണ്. പക്ഷെ നമുക്ക് ക്യാൻസർ തടയാൻ വേണ്ടിയുള്ള മാർഗ്ഗം അല്ലാതെ ഇപ്പം നമ്മൾ കുറേ പോസിറ്റീവായിട്ട് ഇരുന്നുകൊണ്ട് ക്യാൻസർ വരില്ല അതിന് പ്രൂഫൊന്നുമില്ല. ദറ്റ്സ് ഓൺലി ഫോർ ദി ഔട്ട്കം, വന്നൊരാളുടെ ഔട്ട്കമിനാണ്. അപ്പോൾ ആ ഒരു ഇതിൽ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ പോസിറ്റീവ് സൈഡ് പോകണം. നമ്മളെ സ്ക്രീനിങ്ങിനൊക്കെ പോകത്തിന് കാരണം അതുകൊണ്ടല്ലേ, നമുക്ക് പോകണ്ട വിചാരിക്കുന്ന കാരണമാണ്, വരും വന്ന പ്രശ്നം അതൊക്കെ മാറണം. പക്ഷെ അതിന് ഒരു ഓവർനൈറ്റ് കൊണ്ടൊന്നും വ്യത്യാസം വരില്ല. പക്ഷേ ഒരു കാര്യം വ്യത്യാസമുണ്ട്, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനത്തേക്കാൾ കേരളം ഫാർ ബെറ്ററാണ്. അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ ക്യാൻസർ കൂടുതലെന്ന് ഒരു കണക്ക് വരുന്നത്. ഒരു കാരണം അത് തന്നെയാണ്. അത്രയും പേര് പരിശോധിക്കാൻ തയ്യാറാണ്. അത്രയും പേര് വരുന്നത്. പലയിടത്തും പല മരങ്ങളും എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഇപ്പോഴും അറിയില്ല. ഇപ്പോൾ ആസാമിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഇപ്പോഴും നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് വരാം. അപ്പോൾ അങ്ങനെ ഒരു ട്രെൻഡ് വരുന്നുണ്ട്. അത് പക്ഷേ ദാറ്റ് ഞാൻ പറഞ്ഞ ഒരു ട്രെൻഡ് കൂടുതലും വരുന്നത് യങ് ജനറേഷനാണ്. ഈ ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് വരുന്നത്. അതായത് നമുക്ക് ഇതിലേക്ക് പോകണം, സ്ക്രീനിങ് ടെസ്റ്റ്. പണ്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒന്നിനും പോകാല്ലേ, നമുക്ക് അന്ന് ടെസ്റ്റുകളും ഇല്ല. ഇതുപോലെ ഒരു മെഡിക്കൽ ചെക്കപ്പ് എന്ന് പറയുന്ന സാധനമൊന്നുമില്ല. അസുഖം വന്നാൽ പോകും, ഇല്ലെങ്കിൽ പോവില്ല, അത്രേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും ഇല്ലായിരുന്നു. ആൾക്കാർക്ക് ക്യാൻസർ എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഭീതിയുണ്ട്, അതിൽ മാറ്റം വന്നിട്ടില്ല. അതിൽ പ്രധാനമായിട്ടുള്ള 1-2 കാര്യങ്ങളിൽ ഒന്ന്, ഈ ഡിറ്റക്ട് ചെയ്യുന്നത് പലതും സ്റ്റേജ് കടന്നിട്ടായിരിക്കും. 3-4 സ്റ്റേജുകളിലൊക്കെ എത്തുമ്പോൾ പേടി കൂടുന്നുണ്ട്. രണ്ടാമത്തെ ഒരു ഘടകം എന്ന് പറയുന്നത് ഇതിന് വരുന്ന സാമ്പത്തിക ചെലവാണ്, ചികിത്സയ്ക്ക് വരുന്നത്. അപ്പോൾ ഈ രോഗികളുടെ നിരക്ക് കൂടുന്നതിനനുസരിച്ച് ഈ ഡിറ്റക്ഷൻ റേറ്റിൽ നിരക്ക് കൂടുന്നുണ്ടോ, അതേപോലെ തന്നെ ചികിത്സയുടെ ചെലവ് കുറയുന്നുമില്ലല്ലോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഭാഗം രണ്ടുമല്ല, സമൂഹമാണ്. സ്റ്റിഗ്മ എന്ന് പറഞ്ഞില്ലേ, സ്റ്റിഗ്മയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതിലെല്ലാം ഒരു തടസ്സമായിട്ട് നിൽക്കുന്നതിൽ നല്ലൊരു ശതമാനം ഇപ്പോഴും സ്റ്റിഗ്മയാണ്. പക്ഷേ ഒരു 30-35 ഇയേഴ്സ് ബാക്ക് പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്തേക്കാൾ നമ്മൾ വളരെയധികം മാറി. പ്രത്യേകിച്ചും ന്യൂ ജനറേഷനിൽ എനിക്ക് തോന്നുന്ന ആ സ്റ്റിഗ്മ ഉള്ള സാധനം കുറേയധികം പോയിട്ടുണ്ട്. ഇറ്റ് ഹസ് ചേഞ്ച്ഡ് എ ലോട്ട്. മാത്രമല്ല നമുക്ക് രക്ഷപ്പെടാമെന്നുള്ള സാധ്യത മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണ്, എസ്പെഷ്യലി ന്യൂ ഇയർ ജനറേഷൻ. അതായത് നമുക്ക് ഇത് ഫൈറ്റ് ചെയ്യാം എന്നുള്ളത്, അതൊക്കെ ഭയങ്കര പ്ലസ് പോയിൻ്റാണ്. ഒരു പക്ഷേ ഞാൻ പറയാറുണ്ട്, ക്യാൻസർ ചികിത്സയിൽ വന്ന ഏറ്റവും വലിയ മാറ്റം കീമോതെറാപ്പി മരുന്നുകൾ വന്നുള്ള റേഡിയേഷൻ ഒന്നുമല്ല,
മനസ്സ് മാറി തുടങ്ങി എന്നുള്ളതാണ്. അതായത് വി ക്യാൻ ഫൈറ്റ് ദ ഡിസീസ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടല്ലോ, അതാണ് ദാറ്റ് ഹസ് ഗോൺ ഫോർ എ ബിഗ് ചേഞ്ച്. പക്ഷേ മറ്റേതൊരു അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം, സ്റ്റിഗ്മ. പക്ഷേ സ്റ്റിഗ്മ ഇപ്പോഴും ഉണ്ട്. ആ സ്റ്റിഗ്മയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഒരു അമ്മ ചിലപ്പോൾ എന്നിട്ട് അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിക്കില്ല, അമ്മ പറയും ഞാൻ ഇപ്പോൾ ഇന്ന് ചികിത്സിക്കില്ല, ഞാൻ വരില്ല, കാരണം എനിക്ക് മോളുടെ കല്യാണം നടക്കണം, അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം. ഇത് നമ്മൾ കഥയൊന്നുമില്ല, സാധാരണ നടക്കുന്ന സംഭവമാണ്. ഞാനിത് പെൺകുട്ടികളാണ് ഇഷ്യൂസ് കൂടുതലായിട്ട് കാണുന്നത്. പക്ഷേ ഞാൻ കണ്ടൊരു ആൺകുട്ടിയുണ്ട്, ആൺകുട്ടി കല്യാണ കഥ, കാരണം അമ്മയ്ക്ക് ക്യാൻസർ വന്നു, ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. അതുകൊണ്ട് മോൻ്റെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ ഡോക്ടർ എങ്ങനെയെങ്കിലും ഇവനെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കണം, ആരും വരുന്നില്ല. അപ്പോൾ ആ സ്റ്റിഗ്മ നമ്മുടെ മുമ്പിൽ ഇപ്പോഴും ഉണ്ട്. മറ്റൊന്ന്, നമുക്ക് ആ സ്റ്റിഗ്മയുടെ ഒരു കണ്ടിന്യൂഷൻ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഞാൻ പറഞ്ഞൊരു 30% ക്യാൻസർ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. യു ഹാവ് ടു ഗോ ഫോർ എ ടെസ്റ്റ്. ആ ടെസ്റ്റിന് പോകാൻ ആരും തയ്യാറല്ല. ഇത് പേടിയും സ്റ്റിഗ്മയും കൊണ്ടാണ്. നേരെ പറഞ്ഞാൽ ഇപ്പോൾ നാളെ എനിക്കൊരു ഷുഗർ നോക്കണം, നമ്മൾ എല്ലാവരും ഓടിച്ചല്ലും, എല്ലാവരും ECG നോക്കണം, എല്ലാവരും, ആർക്കും ആ പ്രശ്നമില്ല. ഇവിടെ നമുക്ക് ഒരു ക്യാൻസർ നമുക്ക് സംഭവം ഉണ്ടായിട്ട് നമ്മളെ മാമോഗ്രാം സ്ക്രീനിങ് നടത്താൻ വേണ്ടി ഫ്രീ ആയിട്ടുള്ള സംഭവങ്ങൾ നടത്തിയ സമയത്ത് ആരും വരില്ല. ഒരു പേടിയാണ്. ക്ലാസ് എടുക്കാൻ പോയിട്ട് അതൊക്കെ മാറി കേട്ടോ, കുറേ മാറി. പണ്ട് നമ്മൾ ഈ അവയർനെസ് ക്ലാസ്സിന് പോകുമായിരുന്നു, വരില്ല. ഞാൻ വലിയ പേടിയാണ്. അവർ പറഞ്ഞ് ഞാൻ അവിടെ എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ ജീവിതം കഴിഞ്ഞു. അപ്പോൾ ആ ഒരു സ്റ്റിഗ്മയും ആ ഒരു പേടിയും ഒക്കെ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ വളരെയധികം. കോസ്റ്റ് ഫാക്ടർ പറയാം. കോസ്റ്റ് ഫാക്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുറേ നീണ്ട കഥ പറയേണ്ടി വരും. അതായത് കോസ്റ്റ് ഫാക്ടറിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, എല്ലാ ആധുനിക ചികിത്സകളും കോസ്റ്റ്ലിയാണ്. അത് ക്യാൻസർ തന്നെ വരുന്ന നിർബന്ധമൊന്നുമില്ല. ഞാൻ എൻ്റെ അകത്തൊരു സ്റ്റെൻഡ് കിടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആ ഹാർട്ട് അറ്റാക്ക് വരുന്ന സമയത്ത് ഞാൻ ആശുപത്രി പോയി കഴിഞ്ഞാൽ കണ്ണ് അടിച്ച് ഉറക്കുന്നതിന് മുമ്പ് 1.5 ലക്ഷം രൂപ എൻ്റെ പോക്കറ്റിൽ നിന്ന് പോകും, കാരണം സ്റ്റെൻഡ് ഇടുന്നതാണ് അത്. അപ്പോൾ എല്ലാ മോഡേൺ ട്രീറ്റ്മെൻറ്റ്സ്. പക്ഷേ ഇവിടെ ഒരു ഫാക്ടറുണ്ട്, അതായത് ആ രോഗിയുടെ ആ കോസ്റ്റ് ഫാക്ടറിനെ ഒരു പരിധി വരെ നിയന്ത്രിക്കുന്നത് ട്രീറ്റിംഗ് ഡോക്ടറാണ്. ഉദാഹരണത്തിന്, ഒരു പേഷ്യൻറ്റിനെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ലെന്ന് വിചാരിക്കും, നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കില്ല. അങ്ങനെ ഒരു പേഷ്യൻറ്റിന് നമുക്ക് വളരെയധികം വില കൂടിയ മരുന്ന് കൊടുത്ത് ഒരാഴ്ച നീട്ടിക്കൊടുക്കാം, അല്ലെങ്കിൽ 1 മാസം നീട്ടിക്കൊടുക്കാം എന്ന് ഒരു അർത്ഥമില്ല. ബിക്കോസ് അവരുടെ ലൈഫ് ടൈമിൽ സേവ് ചെയ്ത പൈസ മുഴുവൻ പോയി കഴിഞ്ഞാൽ ആ കുടുംബം മുഴുവൻ അനാഥമാണ്. അപ്പോൾ നമ്മളെപ്പോഴും പറയും അല്ലെ, ക്യാൻസർ രോഗിയും മരിച്ചു, കുടുംബവും നഷ്ടപ്പെടാൻ. അത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. പക്ഷെ അതേ സമയത്ത് നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കുന്ന ഒരു പേഷ്യൻ്റ് നമ്മൾ വിൽ ടേക്ക് ഓൾ പെയിൻസ്, എന്ത് വേണമെങ്കിൽ പറയാം. അവിടെ നമുക്ക് ആ ഒരു ട്രീറ്റിംഗ് ഡോക്ടർ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ട്രീറ്റിംഗ് ഡോക്ടർ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഹിസ് ആറ്റിറ്റ്യൂഡ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഞാൻ രണ്ടാമത്തെ പറഞ്ഞ ഭാഗത്തിൽ ഞാൻ പറഞ്ഞു, അതായത് എന്തെങ്കിലും സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടുത്തണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും ട്രീറ്റിംഗ് ഡോക്ടറെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഡോക്ടർ ഷുഡ് സീ ദാറ്റ് ആ പേഷ്യൻ്റ് നമുക്ക് രക്ഷപ്പെടുത്താനുള്ള എല്ലാ ശ്രമവും വേണമെന്നുള്ളത്. അവിടെയാണ് നമുക്ക് NGOസിൻ്റെ സഹായം ആവശ്യമായിട്ട് വരുന്നത്. നമുക്ക് പിടിക്കാം പല രൂപത്തിൽ. നമുക്ക് ഒരു ഡോക്ടർ വിചാരിച്ചാൽ എനിക്ക് തോന്നുന്നത് ചികിത്സ കൊടുക്കാൻ വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല. അപ്പം നമുക്ക് ഒരാളുടെ എഫർട്ടല്ല, പക്ഷേ ആ എഫർട്ടിൻ്റെ പിവട്ട് എന്ന് പറയുന്നത് ഡോക്ടറാണ്. ഡോക്ടറെ ചുറ്റും നിന്നുകൊണ്ട് ഡോക്ടർക്ക് ഇഷ്ടംപോലെ ആൾക്കാരെ പിടിക്കാൻ പറ്റും. അപ്പം ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾക്ക് പലപ്പോഴും ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പോയ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട് ഇവിടെ, നമുക്കൊരു കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റി ഉണ്ട്. അതിൽ മുഴുവൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ മുഴുവൻ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പോയ ആൾക്കാർ. അവർ ജോലി കിട്ടി, അവർ പ്രൊഫഷണലി ഗോയിങ് അപ്പ്, അവർ പലയിടത്തും പോയി വർക്ക് ചെയ്യുന്നു. അവരോട് നമ്മൾ വിളിച്ച് പറയും, ഒരു പേഷ്യൻ്റ് സിക്കാണ് സാറേ ഇങ്ങോട്ട് ഇവിടെ ഞങ്ങൾ നോക്കണം. അപ്പോൾ അവരെ ട്രീറ്റ്മെൻറ്റ് മുഴുവൻ ഒരു കവർ ചെയ്യും. പോകുന്ന സമയത്ത് പലരും പറഞ്ഞിട്ട് പോകും, അതായത് ഡോക്ടർ പേഷ്യൻ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ സാറ് വിട്ടോ, ഞങ്ങൾ നോക്കിക്കൊള്ളാം. അപ്പോൾ ഒരു ചെയിനാണ്. പക്ഷെ ആ ചെയിനിൽ ശരിക്കും കേന്ദ്ര കഥാപാത്രം ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടർ വിചാരിച്ചാൽ എനിക്ക് തോന്നുന്നൊരു പേഷ്യൻറ്റിന് തീർച്ചയായിട്ടും ചികിത്സിക്കാൻ സാധിക്കും. അതാണ് അതിൻ്റെ ഗട്ട് പോയിന്റ് എന്ന് പറയുന്ന സാധനം. അതാണ് ഡോക്ടർ. ഇപ്പോൾ മുൻപത്തെ പോലെയല്ല, മുൻപൊക്കെ ക്യാൻസർ എന്ന് പറയുമ്പോൾ കേട്ടിരുന്ന അവസ്ഥയല്ല ഇന്ന് നമ്മുടെ ചുറ്റുവട്ടം നോക്കിക്കഴിഞ്ഞാൽ തന്നെ ക്യാൻസർ രോഗികൾ അത്രയും പെരുകിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10 പതിറ്റാണ്ടുകളോളം സർവീസുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ ഡോക്ടർ ഈ ക്യാൻസർ രോഗനിരക്കിൻ്റെ ഒരു വളർച്ചയെ എങ്ങനെയാണ് കാണുന്നത്? രോഗം കൂടിയിട്ടുണ്ട്, തീർച്ചയായും കൂടിയിട്ടുണ്ട്. 2-3 തലത്തിൽ നമ്മളതിനെ കാണാൻ പറയും എപ്പോഴും. കൂടി എന്നുള്ള സത്യം തന്നെയാണ്. 2 തലത്തിൽ പറയുമ്പോൾ ഒന്ന് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പണ്ടത്തേക്കാൾ കണ്ടുപിടിക്കപ്പെടുന്നവരുടെ എണ്ണം കൂടുകയാണ്. അതായത് ഡിറ്റക്ഷൻ റേറ്റ് കൂടുതൽ. നമ്മൾ പോയി ചെറിയ സിംറ്റം ഉണ്ടെങ്കിൽ പോയി കാണുന്ന ആൾക്കാർ പണ്ട് അതില്ലായിരുന്നു. ആ ഒരു ഭാഗം വളരെ പ്രധാനമാണ്, അങ്ങനെ പോകുന്നു എന്നുള്ളത്. രണ്ടാമത്, പണ്ട് പല മരണങ്ങളും എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നമുക്ക് അറിയില്ലായിരുന്നു. പെട്ടെന്ന് മരിച്ചു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്കല്ലാതെ എന്തുകൊണ്ടാണ്. പക്ഷെ ഇന്ന് മിക്കവാറും ഒരു മരണം പോലും അങ്ങനെ രേഖപ്പെടുത്താതെ പോകുന്നവരുണ്ടാവില്ല. അപ്പോൾ അവിടെ നമുക്ക് കൂടുതൽ ആൾക്കാരെ കണ്ടുപിടിക്കപ്പെടുകയാണ്. അതിൻ്റെ കൂടെ തന്നെ കൂടുന്നതുണ്ട്. ഈ മൂന്നും കൂടെ ചേർത്ത് വായിക്കുമ്പോഴാണ് നമുക്ക് ക്യാൻസർ കൂടുന്നത്. പക്ഷേ തീർച്ചയായും കൂടുന്നതാണ്.
ഒരു കാര്യം മാത്രമേ എപ്പോഴും എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക, നമ്മളിപ്പോൾ ഇപ്പോൾ ഡെങ്കിപ്പനി വരുന്നു അല്ലെങ്കിൽ H1N1 വരുന്നു, അങ്ങനെ അങ്ങനെ വരുന്ന പോലെ നമുക്ക് പെട്ടെന്ന് ഒരു ഭാഗത്ത് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സ്ഥലങ്ങളിൽ ഇങ്ങനെ ക്യാൻസർ കൂടി വന്നു എന്ന് പറഞ്ഞാൽ അത് ക്യാൻസറിൻ്റെ സ്വഭാവത്തിന് ചേർന്നതല്ല. കാരണം ക്യാൻസർ ഒരു ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടാകുന്ന അസുഖമല്ല, വളരെ വളരെ പതുക്കെ പതുക്കെ പതുക്കെ. അപ്പം പലപ്പോഴും ക്ലാസ് എടുക്കാൻ മുമ്പോഴൊക്കെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയും കഴിഞ്ഞ ഒരു മാസമായിട്ട് ഇവിടെ ക്യാൻസർ വളരെ കൂടുതലാണ്. സംഭവിക്കില്ല. അങ്ങനെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ വർഷങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളെ കൊണ്ടേ ഉണ്ടാവുള്ളൂ. അതാണ് വളരെ പ്രധാനമായിട്ടിരിക്കുന്നത്. അതായത് അങ്ങനെ ഒറ്റ രാത്രി കൊണ്ട് ഉണ്ടാകുന്ന ഒരു അസുഖമല്ല. കാരണം ഒരു സാധാരണ നല്ല കോശം ക്യാൻസർ കോശമായിട്ട് മാറാനായിട്ട് വർഷങ്ങളെടുക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നേരത്തെ നമ്മൾ പറയുന്നത് പുകവലിച്ച് കഴിഞ്ഞാൽ ഇന്ന് പുകവലിച്ചാൽ നാളെ രാവിലെ ക്യാൻസർ ഉണ്ടാകുന്നില്ല. അതുപോലെ ഇന്ന് മറ്റൊരു പ്രശ്നം ഉണ്ടായ നാളെ രാവിലെ ക്യാൻസർ ഉണ്ടാകുന്നില്ല. അപ്പോൾ അത് ഇറ്റ് ടേക്സ് ടൈം. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ക്യാൻസർ കൂടുന്നുണ്ടെങ്കിലും നമ്മൾ ഭയങ്കരമായിട്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ കോവിഡ് വന്ന പോലെയോ ഒന്നും ഒരു സമയം അങ്ങനെ കണ്ടമാനം കൂടി അങ്ങനത്തെ പ്രശ്നങ്ങളല്ല. പക്ഷേ ആസ് എ ഹോൾ എടുക്കുകയാണെങ്കിൽ ക്യാൻസർ കൂടുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുതയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ പണ്ട് നമ്മൾ ഇത്രയധികം കാണാത്ത പല ക്യാൻസറുകളും നമ്മൾ കൂടുതലായിട്ടും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിൽ പ്രത്യേകിച്ചും. ഉദാഹരണത്തിന് ലിവർ ക്യാൻസറുകൾ കൂടുതലാണ്, വൻകുടലിലെ ക്യാൻസറുകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്, പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ കൂടുതലായിട്ട് കാണാറുണ്ട്, തൈറോയ്ഡ് ക്യാൻസർ കൂടുതലായിട്ട് കാണുന്നു. അതൊരു ഭാഗം. അതേപോലെ തന്നെ ക്യാൻസർ എപ്പോഴും ഏത് പ്രായത്തിൽ വരാമെങ്കിലും പ്രായമേറുന്തോറും നമുക്ക് വരാൻ സാധ്യത അസുഖമാണ് ക്യാൻസർ. അതുകൊണ്ട് ഒരു പ്രായമേറിയ സമൂഹത്തിൽ എപ്പോഴും ഉണ്ടാകാൻ സാധ്യത അസുഖമാണ് ക്യാൻസർ. ഒരു കാരണം അതാണ്. അതായത് പണ്ട് നമ്മുടെ നമ്മൾ ലൈഫ് എക്സ്പെൻസീവ് പറയും. ലൈഫ് എക്സ്പെൻസീവ് നമ്മൾ പറയുമ്പോൾ പണ്ട് 60-62 വയസ്സാണെങ്കിൽ ഇന്നത് 70-72 കടന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ 10 വർഷം കൂടുതൽ ജീവിക്കുന്ന സമൂഹത്തിൽ തീർച്ചയായും ക്യാൻസർ കൂടും. അപ്പോൾ അതൊരു വശമാണ്. നമ്മൾ വ്യത്യാസമായിട്ട് കാണുന്നത് പറയാൻ കാരണം പല ക്യാൻസറുകൾ നമ്മൾ പറയും. ഒരു ബ്രസ്റ്റ് ക്യാൻസർ പണ്ട് 45-50 വയസ്സിന് മുകളിൽ കണ്ടുവരുന്ന ക്യാൻസർ നമുക്കിന്ന് 20 വയസ്സ് 25 വയസ്സിൽ ധാരാളം പെൺകുട്ടികൾ ക്യാൻസർ ഉള്ളവരുണ്ട്. അപ്പോൾ ആ ചേഞ്ച് ഇൻ ദി ഏജ് ഗ്രൂപ്പാണ്. അതാണ് ഇതൊക്കെയാണ് നമ്മൾ ഭീതിയോടുകൂടെ കാണേണ്ടി വരുന്നത്. ഇതൊക്കെ കഴിഞ്ഞാലും നമ്മൾ ഒറ്റ വാക്കി പറയും, ഇതൊക്കെ കഴിഞ്ഞാലും നമുക്ക് ക്യാൻസർ തടയാൻ സാധിക്കുന്ന രോഗമാണ് ഒരു പരിധിവരെ. തീർച്ചയായും പ്രാരംഭികമായി കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ഒരു അസുഖങ്ങളാണ് പല ക്യാൻസറുകളും. അത് മാത്രമല്ല നല്ല ശതമാനം ക്യാൻസറുകൾ നമുക്ക് അങ്ങനെ പ്രാരംഭികമായി കണ്ടുപിടിക്കുകയാണെങ്കിൽ പരിപൂർണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്ന ക്യാൻസറുകളാണ്. അപ്പോൾ ഇതേ കാര്യം നമ്മൾ അപ്പം എർലി ഡിറ്റക്ഷൻ, അതുപോലെ പ്രിവെൻഷൻ, എർലി ഡിറ്റക്ഷൻ ആൻഡ് ക്യൂർ. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ഇതൊരു ലിങ്ക് പോലെ നമ്മൾ എപ്പോഴും കൊണ്ടുപോകാൻ പറയും. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ലിവർ ക്യാൻസർ, ലങ് ക്യാൻസർ ഒക്കെ ഇപ്പോൾ കുറച്ച് നാളായി കൂടുന്നുണ്ട്. അതേപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ, പിന്നെ സെർവിക്കൽ ക്യാൻസർ. സെർവിക്കൽ ക്യാൻസർ കൂടുതലില്ല. ആ നിരക്കുകൾ പക്ഷേ സെർവിക്കൽ ക്യാൻസർ അങ്ങനെയില്ല. സെർവിക്കൽ ക്യാൻസർ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ കണക്ക് പറയാം. അതായത് സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ബ്രസ്റ്റ് ക്യാൻസറാണ്. അപ്പോൾ നമ്മളൊരു കണക്ക് ഇവിടെ തന്നെ പറയുകയാണെങ്കിലും 3-1 സ്ത്രീ ക്യാൻസറുമായിട്ട് ഇന്ന് ഒ പിയിൽ വരുന്ന ബ്രസ്റ്റ് ക്യാൻസറായിട്ടാണ്. അത് മാത്രമല്ല ഒരു ആയുഷ്കാലത്ത് നമുക്ക് 22 സ്ത്രീകളിൽ ഒരു സ്ത്രീക്ക് ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. 1 out of 22 ആണ്. ഇപ്പോൾ നമുക്ക് സെക്കൻഡ് ഇൻസിഡൻസ് പറഞ്ഞാൽ അത് ഗർഭാശയമുള്ള ക്യാൻസറാണ്. പക്ഷേ ഇവിടെ കൂടി വരുന്നത് അണ്ഡാശയ ക്യാൻസറാണ്, ഒവറിൻ ക്യാൻസറാണ്. ഗർഭാശയമുള്ള ക്യാൻസർ കുറഞ്ഞു വരികയാണ്, ഒവറിൻ ക്യാൻസർ കൂടി വരികയാണ്. അത് ഗർഭാശയ ക്യാൻസർ കുറയാനുള്ള 2-3 കാരണങ്ങൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ഒന്ന് അത് നമ്മുടെ ലൈംഗിക ശുചിത്വമില്ലായ്മയായിട്ട് ബന്ധപ്പെട്ടാണ്. അതിന് നമുക്ക് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മറ്റൊന്ന് നമ്മൾ വാക്സിൻ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്, HPV വാക്സിനേഷനാണ്. അപ്പോൾ ആ ട്രെൻഡ് നമുക്ക് ഡൗൺവേർഡ് ട്രെൻഡാണ്. ഒവറിൻ ക്യാൻസർ അപ്വേർഡ് ട്രെൻഡാണ്. അപ്പോൾ ഒരു 10 വർഷം കഴിഞ്ഞാൽ ഒരു പക്ഷേ 2ാം സ്ഥാനം ഒവറിൻ ക്യാൻസർ ആയിരിക്കും. പക്ഷേ ഈ കണക്കുകൾ നോക്കിയാൽ എന്താണെന്നറിയോ, നമ്മുടെ കേരളത്തിലെ കണക്കെടുക്കുകയാണെങ്കിൽ നമ്മുടെ കണക്കുകൾ വികസിത രാജ്യങ്ങളിലെ ക്യാൻസറിന് തുല്യമാണ്. അൺലൈക്ക് ദി റെസ്റ്റ് ഓഫ് ദി കൺട്രി, ഇന്ത്യയിലെ ബാക്കി സംസ്ഥാനമായിട്ട് നോക്കുമ്പോൾ നമ്മൾ വികസിത രാജ്യങ്ങളാണല്ലോ നമ്മുടെ പറയുമ്പോൾ, അത് നമ്മുടെ കണക്കുകൾ മാത്രം വികസിത രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആ ഒരു കണക്കിലേക്കാണ് നമ്മുടെ ടൈപ്പ് ഓഫ് ക്യാൻസേഴ്സ് മുഴുവൻ പോകുന്നത്. ഉദാഹരണം, പുരുഷന്മാരിൽ ലങ് ക്യാൻസർ ഒരു കോമൺ ക്യാൻസറാണ്, സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസർ ഒരു കോമൺ ക്യാൻസറാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ പണ്ട് ഈ വൻകുടലിലെ ക്യാൻസർ നമുക്ക് കോമൺ അല്ലായിരുന്നു. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ പറയാം, നമ്മൾ വൻകുടലിലെ ക്യാൻസർ കണ്ട് നമ്മൾ ഓടിച്ചില്ല. എൻ്റെ ആ പേഷ്യൻ നമ്മൾ നേരത്തെ കണ്ടു കാണില്ല. ലിവർ ക്യാൻസർ നമ്മൾ നേരത്തെ കണ്ടു കാണില്ല. പക്ഷെ ഇന്നങ്ങനെയല്ല. ഇന്നിപ്പോൾ ഓരോ ആഴ്ചയിലും ഒരു 2-3 ലിവർ ക്യാൻസർ, 2-3 കോളൻ ക്യാൻസർ നമ്മൾ കാണുകയാണ്. അത് എന്താണ് ഡോക്ടർ അത്ര ഇങ്ങനത്തെ ക്യാൻസർ നമ്മളെല്ലാം കൂടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാൻസർ ജീവിതശൈലി രോഗമാണ്. അതെ,
അപ്പോൾ നമുക്ക് ആ ശൈലികളിൽ എന്തൊക്കെയാണെന്ന് ചോദ്യം വരും. പുകയില, ലങ് ക്യാൻസറിന്റെ പുകയില ഏത് രൂപത്തിലാണെങ്കിലും എന്ത് ക്യാൻസറാണെന്ന ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ, എങ്ങനെ ഉപയോഗിക്കുന്നുള്ള ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. ലങ് ക്യാൻസർ കോമൺ നമ്മൾ വലിക്കുമ്പോഴാണ്, അതുപോലെ വായ്ക്കകത്തും തൊണ്ടയിലൊക്കെ വരുന്ന ക്യാൻസർ നമ്മൾ ചവയ്ക്കുമ്പോഴാണ്, പുകയില ചവയ്ക്കുമ്പോഴാണ്. സ്മോക്ക്ലെസ് ടൊബാക്കോ ആൻഡ് വിത്ത് സ്മോക്കാണ് അത് ഒരു ഭാഗം. മദ്യപാനം രണ്ടാം ഭാഗം. മദ്യപാനത്തെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ മദ്യപിക്കുകയും അതിൻ്റെ കൂടെ തന്നെ ഈ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ചെയ്താൽ പുകയില മൂലം ഉണ്ടാകുന്ന എല്ലാ ക്യാൻസറുകളെയും അളവ് 10 മടങ്ങ് വർദ്ധിക്കും. പിന്നെ മദ്യപാനികൾ വരാൻ സാധ്യതയുള്ള ക്യാൻസറുകളുണ്ട്. അന്നനാളത്തിലെ ക്യാൻസർ, ആമാശയത്തിലെ ക്യാൻസർ, കരളിലെ ക്യാൻസർ, കുടലിലെ ക്യാൻസറുകൾ. ഇപ്പോൾ രണ്ടെണ്ണം നമ്മുടെ മുമ്പിലായി, പുകയിലയും മദ്യപാനം. മൂന്നാമത്തെ നമ്മുടെ ആഹാര രീതികളാണ്. ആഹാര രീതികളിൽ നമുക്ക് എടുത്തു പറയേണ്ടത് വെച്ചാൽ നമുക്ക് വന്നൊരു മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ആഹാര രീതികൾ മാറുകയും വ്യായാമം മറന്നുപോവുകയും ചെയ്യണം. വ്യായാമം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ജിമ്മിൽ പോകുന്നവർ കാണും അല്ലേ, ഒരാൾ ജിമ്മിൽ പോയി ചെയ്യുന്നവരുണ്ടാകും. പക്ഷേ പഴയ പോലെ ആഘോഷിച്ച് കളിക്കുന്ന ഒരു കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ നമുക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങളൊക്കെ പറയാം, ഞങ്ങളെ കളിക്കുമ്പോൾ നമ്മൾ ഇപ്പം അങ്ങനെ ഇപ്പം നമുക്ക് ഒരു പ്രൊഫഷണൽ കോമ്പറ്റീഷന് പോകുന്ന ആൾക്കാരെ മാത്രമേ കളിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ കളി കാണാനിരിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ നമ്മൾ ടാബിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അന്ന് അങ്ങനെയല്ല, അന്ന് നമ്മൾ വൈകുന്നേരം കുട്ടികൾ കളിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം നമ്മൾ പറയുന്ന ഒരു ഒബിസിറ്റി ഒരു പ്രശ്നമാണ്, അമിതവണ്ണം ഒരു പ്രശ്നമാണ്. അത് എടുത്തു വരുമ്പോഴത്തേക്കും അമിതവണ്ണമായിട്ട് ബന്ധപ്പെട്ട ഒരുപറ്റം അസുഖങ്ങളുണ്ട്. ക്യാൻസറുണ്ട്, ബ്രസ്റ്റ് ക്യാൻസർ, ഗർഭാശയ ക്യാൻസറുകൾ, അങ്ങനെ ഒരുപറ്റം അസുഖങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതൊരു ഭാഗമാണ്. പിന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ പ്രശ്നങ്ങൾ, നമ്മുടെ കീടനാശികൾ വളങ്ങളൊക്കെ ദേ ക്യാൻ കോൺട്രിബ്യൂട്ട് എന്നുള്ളതാണ്. പിന്നെ വായുമലിനീകരണം, ജനമലിനീകരണം എല്ലാം നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് കഴിക്കേണ്ട സാധനങ്ങൾ നമ്മൾ കഴിക്കാതെ പോവുകയും നമ്മൾ കഴിക്കുന്ന സാധനത്തിലെ പ്രശ്നങ്ങളും അതാണ് വരുന്നത്. കഴിക്കേണ്ട സാധനങ്ങൾ പറയുമ്പോൾ നമ്മൾ പറയും നമുക്ക് പണ്ട് പഴം, പച്ചക്കറി, ഇലകളൊക്കെ നമുക്കറിയാം ഇതൊക്കെ ക്യാൻസർ തടയാൻ ശക്തിയുള്ള സാധനങ്ങളാണ്, നമുക്ക് ധാരാളം കിട്ടുന്ന സാധനങ്ങളാണ്, ഒരു വിഷമില്ലാതെ കിട്ടുന്ന സാധനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ അതൊക്കെ പോയി. ഇപ്പോൾ നമുക്ക് കിട്ടിയാലും നമ്മൾ കഴിക്കാൻ തയ്യാറല്ല. ഇപ്പോൾ നമ്മൾ എറണാകുളത്ത് എടുക്കുകയാണെങ്കിൽ എറണാകുളത്ത് എടുക്കുന്നത് ഞങ്ങൾ പറയും എവരി അതർ ഷോപ്പ് ഒരു ഹോട്ടലാണ്. ഓരോ ദിവസവും നമ്മൾ കാണുന്ന പുതിയ പുതിയ കടകൾ വരെ അത് ഹോട്ടലായിരിക്കും. അതുമാത്രമല്ല നമ്മൾ ആ സംസ്കാരം മാറുകയാണ്. പണ്ട് നമ്മൾ ഇപ്പോൾ ഞാനൊക്കെ കുട്ടിക്കാലത്ത് ഹോട്ടലിൽ നിന്ന് ഒരു സാധനം വാങ്ങിക്കുന്നത് വൺസ് ഇൻ എ ബ്ലൂ മൂണാണ്. ഇന്നങ്ങനെയല്ല. ഇന്നിപ്പോൾ നമ്മൾ ആഴ്ച 2 ദിവസമെങ്കിലും നമ്മൾ പുറത്ത് പോയി കഴിക്കണം, കുട്ടികൾക്ക് പുറത്തുനിന്ന് കഴിച്ചാൽ മതി. ഇതൊക്കെ കൂടെ വരുമ്പോഴത്തേക്കാണ് എനിക്ക് നമ്മൾ വി ആർ ഗോയിങ് ഫോർ എ ചേഞ്ച്. ഇപ്പോൾ നമുക്ക് നാരുള്ള ആഹാരം നമ്മൾ അതുപോലെ ഇല്ലാതെ വരുമ്പോഴത്തേക്കും നമുക്ക് വരാൻ സാധ്യതയുള്ള ക്യാൻസറാണ് നമുക്ക് കുടലിലെ ക്യാൻസറുകൾ. അപ്പോൾ നമുക്ക് മാറ്റം അനിവാര്യമാണ്. മാറ്റം അനിവാര്യം നമ്മളിപ്പം ഒരു നേരം നമ്മൾ ആഹാരം കഴിച്ചുകൊണ്ട് ക്യാൻസർ വരുന്ന വെച്ചില്ല, പക്ഷേ ദേ ഓൾ കോൺട്രിബ്യൂട്ട്സ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കാണ് നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും കൂടെ അതിൻ്റെ ഭാഗമായിട്ട് എടുക്കേണ്ടി വരുമെന്ന് പറയാൻ കാരണം. പൊതുവെ പറയാറുണ്ട്, ഈ പ്രത്യേകിച്ച് നമ്മൾ ഗ്രാമങ്ങളിലൊക്കെ ആണെങ്കിലും കൂടുതൽ കേട്ടിട്ടുണ്ട് ആൾക്കാർ പറയുന്നത്, ക്യാൻസർ ഒരാൾക്ക് സ്ഥിരീകരിച്ചു, വേറെ സിംറ്റംസ് ഒന്നും ഇല്ലാതെയാണ് സ്ഥിരീകരിച്ചതെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും പറയുന്ന കാര്യമുണ്ട്, ഒരു കുഴപ്പമില്ലാതെ പോയിരുന്ന ആളാണ്, പോയി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ക്യാൻസറാണ്, അതിനുശേഷം പിന്നെ ലൈഫ് ആളുടെ ഹെൽത്ത് പിന്നെ താഴേക്ക് പോയി, പിന്നെ നേരെ ആൾ മരിക്കുകയും ചെയ്തു. 2 ഭാഗമുണ്ട്, 2 വിധത്തിലുണ്ട്. ഇത് മാത്രമല്ല, ഇതൊരെണ്ണം നമ്മളെ അതുകൊണ്ട് എന്താ അറിയോ, ഇപ്പോൾ നമ്മൾ ഒരു പേഷ്യൻ്റ് വന്നാൽ ആദ്യമേ തന്നെ പേഷ്യൻ്റ് പുറത്തിരുത്തും, എന്നിട്ട് കൂടെ വരുന്ന ആൾക്കാരെ വരിക. അവർ പിന്നെ ആദ്യമേ പറയുന്ന നേരം അച്ഛനെ അറിയരുത് കേട്ടോ, അച്ഛനെ അറിഞ്ഞാൽ ഇവിടെ തീരും, അല്ല അമ്മയോട് പറയരുത്, അമ്മ തീരും. ഇതാണ് ഇത് പറയേണ്ട കയറി വരുന്നത്. അപ്പോൾ നമുക്ക് ഇവർ ഹൈഡ് ചെയ്യണം എന്നുള്ളതാണ്. അവരറിഞ്ഞാൽ 2 വശമുണ്ട് അതിന്. അത് ഓരോരുത്തരുടെ മെൻ്റൽ മേക്കപ്പ് പോലെ ഇരിക്കും. നമ്മൾ ഹൈഡ് ചെയ്യുന്നതോറും പ്രോബ്ലംസ് കൂടുതലാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നുണ പറയേണ്ടി വരും. പക്ഷേ പേഷ്യൻ്റ് പലപ്പോഴും പേഷ്യൻ്റ് ഹൈഡ് ചെയ്യാൻ പറയും പലപ്പോഴും പേഷ്യനോട് പറയാൻ ആരോടും പറയരുത്, പറഞ്ഞ പ്രശ്നം. അപ്പോൾ പേഷ്യൻ്റ് ഹൈഡ് ചെയ്യും. ഹൈഡ് ചെയ്യാൻ പിന്നെ ഭയങ്കര ടെൻഷൻ ആയി ഓരോ പ്രാവശ്യം പറയുന്ന നുണ. പിന്നെ നമുക്ക് മറ്റൊരു സ്വഭാവമുണ്ട് നമ്മുടെ നാട്ടുകാർക്കും നമുക്കൊക്കെ, അതായത് നമുക്ക് അപ്പുറത്തെ വീട്ടിൽ എന്ത് പ്രശ്നം കണ്ടുപിടിക്കാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കും, നമ്മൾ അതിനുവേണ്ടി മെനക്കെടും. അപ്പോൾ ഇവിടെ ഒരു പേഷ്യൻ്റ് വന്നിരിക്കുന്നുണ്ടെങ്കിൽ ആ പേഷ്യൻ്റെ ഏഴ് അയൽക്കത്തിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർ പിറ്റേ ദിവസം തന്നെ പറയുന്നത് പറയും, ഡോക്ടറെ വീട്ടിൽ വെച്ച് ഇങ്ങനെ ആളൊക്കെ ഉണ്ട്, ക്യാൻസറാണ്. ചിലപ്പോൾ ഇതിനു വേണ്ടി വന്ന പോലെ ആയിരിക്കില്ല, വേറെ വായിക്കും. പക്ഷേ അത് നമ്മുടെ ഒരു നോർമൽ. ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കഴിയുന്നതും ഹൈഡ് ചെയ്യരുത്. അപ്പം ഞങ്ങളും ഹൈഡ് ചെയ്യില്ല, ഡിസീസ് ഹൈഡ് ചെയ്യില്ല. പക്ഷെ നമുക്കിപ്പോൾ ഈ രോഗി മോശമാണ് കണ്ടീഷൻ, അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞ് മരിക്കും, അത് നമ്മൾ പേഷ്യനോട് പറയില്ല. ഇതിപ്പോൾ ആരും കേൾക്കാൻ ഇഷ്ടപ്പെടില്ല. ഇപ്പോൾ എന്നോട് വന്നിട്ട് ഡോക്ടർക്ക് ഹാർട്ട് അറ്റാക്കാണ്, ഡോക്ടർ അടുത്ത മാസം മരിക്കുന്നത് പറയും, നമുക്ക് ഇയാൾ സുഖമില്ലെന്ന് പറയും അല്ലേ. അതെ, അപ്പോൾ അത് നമ്മൾ ചെയ്യില്ല. പക്ഷേ പേഷ്യൻ്റ് ബൈസ്റ്റാൻഡേഴ്സ് നമ്മൾ വരുമ്പോഴും പറയും, പേഷ്യനോട് നമ്മൾ അങ്ങനെ വി വിൽ ഓൾവേസ് ഗിവ് ദം എ ഹോപ്പ്. അതായത് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഫൈറ്റിംഗ് മുകളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് പേഷ്യനോട് പറയുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. പക്ഷേ ഈ പറഞ്ഞ പോലെ
പേഷ്യൻ്റ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. പല പേഷ്യൻസും അത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അത് വേണ്ട വിധത്തിൽ പറഞ്ഞു കൊടുക്കണം. അത് പറഞ്ഞു കൊടുക്കാൻ. ഇപ്പോൾ ഇന്ന് രാവിലെ ഒരു പേഷ്യൻ്റ് വന്നിരുന്നു. അദ്ദേഹത്തിന് സ്റ്റൊമക് ക്യാൻസറാണ്. നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനാണ്. 75 years, കോഴിക്കോട് ഭാഗത്തുനിന്നുള്ള. അപ്പം ആദ്യമേ മോനും മരുമനൂടെ കയറി വരുന്നു. അപ്പോൾ ഒരു അച്ഛൻ ഞാൻ പുറത്തിരിക്കുകയാണ്. അച്ഛൻ ഡോക്ടറെ കണ്ട ഞാൻ വിളിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തെ പുറത്തിറക്കി വിടാൻ പറഞ്ഞപ്പോൾ ഇവർ പോലെ പുറത്തേക്ക് ഇറക്കിയിട്ട് സാർ സംസാരിക്കും. ഞാൻ പറഞ്ഞു വേണ്ട, അതേ ഇരിക്കട്ടെ, ഇവിടെ ഇരിക്കട്ടെ, ഇത് പറഞ്ഞു കൊടുക്കാം. ഇല്ല സാർ, അത് കേട്ട് കഴിഞ്ഞാൽ പ്രശ്നമാവും. ഇവർ കേട്ട് കഴിഞ്ഞാൽ പ്രശ്നം ഞാൻ പറഞ്ഞ് കേൾപ്പിച്ചു തരാം. അത് ഞാൻ പറഞ്ഞു, ഇന്ന് ചെറിയൊരു പ്രശ്നമുണ്ട്, നമ്മൾ ഓപ്പറേറ്റ് ചെയ്തില്ല എങ്കിൽ ഒരു മാസം കഴിയുമ്പോഴത്തേക്കും ചിലപ്പം ഒന്നും കഴിക്കാൻ പറ്റാതെയാവും, നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെയാവും, നമുക്ക് സർജറി ചെയ്യണം, ഓപ്പറേറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി, നമുക്ക് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. അത് ഒറ്റ കാര്യം ചോദിച്ചുള്ളൂ, എനിക്ക് എത്ര ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും? അപ്പം അങ്ങനെ ജെനുവിൻ ക്വസ്റ്റ്യനാണ്. അത് പറഞ്ഞു, അദ്ദേഹത്തിനൊരു പ്രശ്നമല്ല, അതേപോലെ നമുക്ക് സർജറിക്ക് പോകാം. അപ്പോൾ നമ്മൾ ഹൗ യു പുട്ട് ഇറ്റ് അക്രോസ് എന്നുള്ള ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അല്ലെങ്കിൽ അത് പലപ്പോഴും അങ്ങനെയല്ല. അദ്ദേഹം പറയാം ഇതൊക്കെ ആമാശയിലെ ക്യാൻസർ ആകട്ടെ ഭയങ്കര പ്രശ്നമാണ്, തീർന്നു, തീർന്നു. അപ്പോൾ ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡോക്ടർ വർഷങ്ങളെ ആയിട്ടുള്ള എക്സ്പീരിയൻസ് കൂടെ പഠിക്കുന്ന ഒരു ഫാക്ടറാണ്, ഹൗ ടു പ്രസൻറ്റ് പ്രോബ്ലം എന്നുള്ളത്. ഡോക്ടറെ ഇപ്പോൾ നമ്മൾ സിദ്ധാശിവയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെയാണ് ഇന്നസെൻറ്റും ഡോക്ടറിൻ്റെ അടുത്ത് ചികിത്സിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ആ കാലത്തിനെ കുറിച്ചിട്ട്, അതായത് തമാശയോടെ അല്ലെങ്കിൽ ചിരിയോടെയൊക്കെ പറഞ്ഞിട്ടുള്ള ആളാണ് ലോകത്തിനെ കുറിച്ചിട്ടൊക്കെ. ശരിക്കും ത്രൂ ഔട്ട് ആളുടെ ഒരു ചികിത്സാ പീരീഡിലൊക്കെ ആ ഒരു മനോധൈര്യത്തോടെ തന്നെ നിലനിന്നിട്ടുണ്ടോ? ഉണ്ട്. ഇന്നസെൻ്റ് ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് വെച്ചാൽ, ഇന്നസെൻ്റ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങിയില്ല, അതായത് പുറത്ത് പറയാൻ മടിക്കുന്നതെന്ന് പറയില്ല. ഇപ്പോഴും നമുക്ക് ധാരാളം ആൾക്കാരുണ്ട്, അതായത് പല ഫീൽഡിലുള്ള ആൾക്കാർ, സെലിബ്രിറ്റീസ് വേണേൽ പറയാം, അവർക്ക് തുറന്ന് പറയാൻ വേണ്ടിയുണ്ട്. അവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ട്. ഉദാഹരണം, ഒരു ബിസിനസ് മാൻ ആണെങ്കിൽ ഇങ്ങനെ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനത്തെ ബാക്കി ബിസിനസ് തകരും, ലോൺ കൊടുക്കില്ല, ഇഷ്യൂസ് പലതുണ്ട്, അങ്ങനെ അവരുടേതായിട്ട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ പറയാൻ, സമൂഹത്തോട് പറയാൻ മടിച്ചു നിൽക്കുന്ന ആൾക്കാരെ കൂടുതൽ. ഇന്നസെൻ്റ് വാസ് ഡിഫറെൻറ്റ്. ഇന്നസെൻ്റ് ക്യാൻസർ എന്ന് അറിഞ്ഞു, അടുത്ത ദിവസം ഇന്നസെൻ്റ് വിളിച്ചു പറഞ്ഞു എനിക്ക് ക്യാൻസറാണ്. അപ്പോൾ ഇന്നസെൻ്റ് അതിൻ്റെ ആർഗ്യുമെൻ്റ്, ഇന്നസെൻ്റ് പറയാൻ ഞാൻ ആരുടെയും മുതൽ കട്ടുകൊണ്ട് വന്നിട്ടൊന്നുമില്ല, അപ്പം എനിക്ക് വിളിച്ച് പറയുന്ന കുഴപ്പമെന്ന് വെച്ചു. ദാറ്റ്സ് എ ഫാക്ട്. ഇന്നസെൻ്റ് നല്ല ക്വാളിറ്റി അത്. രണ്ടാമത്തത്, ഇന്നസെൻ്റിനെ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്യാൻസറിൽ. അത് ഇന്നസെൻ്റ് ഒരു പാഠമാണ്, ഇത് ബുക്കാണ് ശരിക്കും പറഞ്ഞത്. ഇന്നസെൻ്റിനെ എല്ലാവരും, ഇന്നസെൻ്റ് പറയും, നമ്മുടെ അടുത്ത് പല പ്രഗത്ഭ നടന്മാരും നടിമാരും അതുപോലെ സിനിമാ ലോകത്തുള്ള പല ആൾക്കാരും വന്നിട്ട് ഓരോ ദിവസം വന്ന് പറയും ഞാൻ ഇന്ന സ്ഥലത്ത് പോകാം, നമുക്കവിടെ പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കാം, ഇന്നതിലേക്ക് മാറാം, അല്ലെങ്കിൽ ചക്ക ഞങ്ങൾ കൊണ്ടുവന്നു, ചക്ക കഴിക്കും, ക്യാൻസർ മാറിക്കോളും ഒക്കെ പറഞ്ഞ് വരുന്ന ആൾക്കാർ ആളുണ്ടായിരുന്നു. ഇന്നസെൻ്റ് എല്ലാം പറഞ്ഞാൽ എല്ലാം കേൾക്കും, ആരോടും നോ പറയാറില്ല. പക്ഷേ ഇന്നസെൻ്റ് ഒരു പ്രോപ്പർ ട്രാക്കാണ്, അതിന് ഇന്നസെൻ്റ് മാറില്ല. അവ കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് വരിക, പ്രോപ്പർ, അത് ഇന്നസെൻ്റ് മാറിയിട്ടേ ഇല്ല. അത് ഇന്നസെൻ്റ് വേറെ ക്വാളിറ്റിയാണ്. മൂന്നാമത്തെ, ടേക്കിങ്ങിൻ്റെ പ്രോപ്പർ സ്പേസ് ഭയങ്കര തമാശയാണ്. നമുക്ക് കീമോതെറാപ്പി എടുക്കാൻ വരുന്ന സമയത്ത് ഒപ്പിൽ വന്നിരുന്ന വർത്താനൊക്കെ പറഞ്ഞ് സിസ്റ്റേഴ്സിനോടെ കുറേ നേരം തമാശയൊക്കെ പറഞ്ഞാൽ എല്ലാവരും ചിരിച്ചിട്ട് പോവുള്ളൂ. അതൊരു ക്വാളിറ്റി ആയിരുന്നു. അത് ഇന്നസെൻ്റ്. അപ്പോൾ ഇത് മൂന്ന് ശരിക്കും ഇന്നസെൻ്റ് ഹാസ് ഡൺ വെരി വെൽ, ഈ മൂന്ന് ക്വാളിറ്റീസും. അതുകൊണ്ട് തന്നെ ഇന്നസെൻ്റ് എനിക്ക് തോന്നുന്നത് ഇതിനെ ഫേസ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഈ ടുക്ക് ഇറ്റ് വെരി. അവസാനത്തെ കുറച്ച് പ്രശ്നം അതൊന്ന് കൂടുതലും നമുക്ക് കോവിഡ് കാരനാണ്, അതിൻ്റെ പ്രശ്നം കൊണ്ട് ഡൗൺ ആയെന്നുള്ള. മറ്റെപ്പോഴൊക്കെ ഇന്നസെൻ്റ് വാസ് വെരി ബാലൻസ്ഡ്. അല്ലെങ്കിൽ അതിനിടയ്ക്കല്ലേ പോയി MP ആവുന്നതും, എത്ര സിനിമകൾ അഭിനയിച്ചു അതിനിടയ്ക്ക് പോയിട്ട്. ശരിക്കും ഈ ഇന്നസെന്റിന്റെ കാര്യം പറയുമ്പോഴേ മലയാളിനെ ബോധവൽക്കരിക്കുന്നതിൽ വലിയൊരു പങ്ക് ഇന്നസെന്റിന് ഉണ്ടായിട്ടുണ്ടെന്ന് പറയാം. ഒരു സെലിബ്രിറ്റി ഇത് പറയാന്ന് പറയുന്നത് ഇന്നസെന്റിന് മുൻപ് ഉണ്ടായിട്ടില്ല, ഇങ്ങനെ തുറന്നു പറഞ്ഞിട്ടുള്ള ഒരാള് ഇല്ല. അത് മാത്രമല്ല, ഇന്നസെന്റ് അത് നർമ്മത്തിക്കൽ എന്ന് പറയും. അതെ, ഞങ്ങളൊരു ഫംഗ്ഷൻ വിളിക്കുകയാണ്, ഇന്നസെന്റ് പറയും ഞാൻ വന്നത് ഈ ഗംഗാരമുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ ഈ പരിപാടി പങ്കെടുക്കാനോ വെച്ചുകൊണ്ടല്ല, ഗംഗാരെ വിളിച്ചിട്ട് ഞാൻ വന്നില്ല എങ്കിൽ എൻ്റെ ട്രീറ്റ്മെൻറ്റ് ചിലപ്പം എന്തെങ്കിലുമൊക്കെ മായം കളത്തി പേടിക്കാൻ. അപ്പോൾ നമുക്ക് അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും തിരി വരും. അതുകൊണ്ട് ഇന്നസെൻ്റ് ഞങ്ങളുടെ ഈ എല്ലാ പ്രോഗ്രാമിനും വന്നു കഴിഞ്ഞാൽ ഒരു 1/4 മണിക്കൂർ അതുകൊണ്ട് ഇന്നസെൻ്റ് സ്ട്രോങ് ആയിട്ട് പറയും, അതായത് നിങ്ങൾ വഴിമാറി പോകരുത്, ട്രീറ്റ്മെൻറ്റ് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൂടെ തന്നെ പോകണം, മാറിപ്പോലും. അത് ഇന്നസെൻ്റ് അടിവരായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അത് വലിയ ഇമ്പാക്റ്റാണ്. ശരിക്കും ഇന്നസെൻ്റ് മരിച്ചപ്പോൾ അന്ന് രാവിലെ വന്ന കോൾസ് മുഴുവൻ ഇതായിരുന്നു, ഒറ്റ ചോദ്യമുള്ളൂ എല്ലാവർക്കും, ഇന്നസെൻ്റ് ക്യാൻസർ കൊണ്ടാണ് മരിച്ചത്. ക്യാൻസർ കൊണ്ടാണ് മരിച്ചതെന്ന് അറിയാൻ പലരും ഇങ്ങനെ തകർന്നു പോകും. പക്ഷേ അവരൊക്കെ മനസ്സിൽ ഇന്നസെൻ്റ് ഒരു സെപ്പറേറ്റ് ഇതാണ്, അതായത് ക്യാൻസർ അതിജീവിക്കുന്ന മനുഷ്യൻ എന്നുള്ള. പക്ഷെ അത് അല്ലെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത്രയും കേട്ടാൽ മതി, അല്ല എന്ന് പറഞ്ഞാൽ ശരിക്കും ആ സമയത്ത് കോവിഡ് തന്നെയാണ്, കോവിഡിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആയിരുന്നു മുഴുവൻ. ക്യാൻസർ ആണെന്ന് അറിയുന്ന ഒരു വ്യക്തി ഈ മനോധൈര്യം ഉണ്ടായിരിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് എത്ര ഉണ്ട്? ഭയങ്കരമായിട്ടുണ്ട്. ഞാൻ സിദ്ധാർത്ഥിയോ ഞാൻ പറയാൻ കാരണമുണ്ട്. എന്താണ്, നമുക്ക് അതിൻ്റെ പഠനങ്ങളും ഉണ്ട്. അത് വിത്ത് ഇതാണ് നമുക്ക് പഠനങ്ങളായിട്ടാണ്. അതായത്
നമുക്ക് 2 ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ എടുക്കുക. ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അവർ വിചാരിക്കും ഞാൻ തീർന്നു, എൻ്റെ ലൈഫ് കഴിഞ്ഞു, ഞാൻ രക്ഷപ്പെടില്ല എന്ന് വിചാരിക്കുന്ന ഒരു ഗ്രൂപ്പ്. മറ്റൊരങ്ങനെയല്ല, ഞാൻ എന്ത് വന്നാലും ഫൈറ്റ് ചെയ്യും, ഐ വിൽ ഫൈറ്റ് അഗൈൻസ്റ്റ് ഡിസീസ്. 2 ഗ്രൂപ്പ് എടുക്കുക. 2 ഗ്രൂപ്പിൽ നല്ല പഠനങ്ങളുണ്ട്. അതിൽ എപ്പോഴും വിജയിക്കാനുള്ള സാധ്യത ഈ പോസിറ്റീവ്സിലാണ്. അതിന് പറഞ്ഞാൽ നമുക്ക് ഈ രോഗപ്രതിരോധശക്തിക്ക് ആവശ്യമായിട്ടുള്ള പല ഹോർമോണുകൾ, എൻസൈംസ് ഒക്കെ ദിൽ ബി ഹയർ എന്നുള്ളതാണ്. അതുകൊണ്ട് പോസിറ്റീവ് ആയിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിൽ കീമോതെറാപ്പിയും റേഡിയേഷനും സർജറിയൊക്കെ പോലെ തന്നെ പ്രധാനമാണ് ടു ബിൽഡ് അപ്പ് ദി പോസിറ്റീവ് സ്പിരിറ്റ്. എല്ലാം ഹെൽപ്പ് ചെയ്യും. നമ്മുടെ പ്രാർത്ഥനകളും യോഗ, മെഡിറ്റേഷൻ, മ്യൂസിക് തെറാപ്പി, വായന എല്ലാം. അപ്പോൾ നമ്മളെ അതെ അവനവൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഫീൽ. അപ്പോൾ ഞങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഒരു കുട്ടിയാണ് ട്രീറ്റ്മെൻറ്റ് വരുന്നത്, അവന് ഒറ്റ ആഗ്രഹമുള്ളൂ എത്ര നേരത്തെ സ്കൂളിൽ പോകണം, എന്നിട്ട് ജോയിൻ ബാക്ക്, പരീക്ഷ എഴുതണം റെഗുലർ. നമ്മൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവനപ്പം തന്നെ ഡൗൺ ആവും. അപ്പോൾ അതിനെ ഓരോ ഇപ്പം ഞങ്ങൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ ഒരു പേഷ്യൻ്റ് മുറി കയറിയാൽ ഞങ്ങൾ ഓങ്കോളജിയെ കുറിച്ചൊന്നും സംസാരിക്കില്ല, രോഗത്തെക്കുറിച്ച് സംസാരിക്കാറില്ല. നാളെ നമുക്ക് യൂറോപ്യൻ കപ്പ് നടക്കുന്നു, അത് ആര് ജയിക്കും, ഇംഗ്ലണ്ട് ജയിക്കോ അതോ സ്പെയിൻ ജയിക്കുമോ എന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് വാശിയായി. അപ്പം നമുക്കറിയാം, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബ്രസീൽ കളിക്കാൻ നമ്മൾ പറയും ബ്രസീൽ ജയിക്കും, അർജൻറ്റീന തോക്കും. അപ്പോൾ അവൻ പറയും ഇല്ല അർജൻറ്റീന ജയിക്കും. അപ്പോൾ നമ്മൾ അവിടെ ബെറ്റ് വയ്ക്കുന്നില്ല. പിറ്റേ ദിവസം ഞാൻ വരുമ്പോൾ വാതൊക്കെ നിൽക്കുന്നുണ്ടാവും, എൻ്റെ അർജൻറ്റീന ജയിച്ചു കാണും. അപ്പോൾ അത് നമ്മൾ അപ്പോൾ എന്താ അതൊരു അതെ. അപ്പോൾ അങ്ങനത്തെ ഒരു റാപ്പ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അത് ഭയങ്കരമായിട്ട് അത് ശരിക്കും പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് പീരീഡിൽ മാത്രമല്ല, ഈവൻ ആഫ്റ്റർ. അതിൻ്റെ മെച്ചം എന്താ വെച്ചാൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പോകുന്നവരൊക്കെ ഉണ്ടല്ലോ, ദേ ഓൾ ആർ അലോങ് വിത്ത് യു. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് പോയാലും നമുക്ക് അതുകൊണ്ടാണ് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പേഷ്യൻറ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രയാസമില്ല പറയാൻ കാരണം ഇവരെല്ലാം നമ്മുടെ കൂടെ ഉണ്ട് അറ്റ് എനി പോയിൻ്റ് ഓഫ് ടൈം. മിക്കവാറും എല്ലാവരും നമ്മൾ കോൺടാക്റ്റ് ഉണ്ടാവും. അല്ല അവരുടെ ഓരോ ഒരു പോസിറ്റീവ് സ്റ്റെപ്പിലും, ഫോർ എക്സാമ്പിൾ അവരൊരു പരീക്ഷ പാസ്സാവുന്നു, അല്ലെങ്കിൽ പോയി ഒരു പ്രൈസ് കിട്ടുന്നു, അല്ലെങ്കിൽ അവരുടെ മാരേജ് വരുന്നു, അവിടെയൊക്കെ ആദ്യം വരുന്നത് നമ്മുടെ അടുത്തേക്കാണ്. അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയായിട്ട് മാരേജ് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് ആ പെൺകുട്ടിയും കൊണ്ട് ഇവിടെ വരുന്ന ഫസ്റ്റ് ടൈം ഇവിടെ ആയിരിക്കും. ഇപ്പോൾ എപ്പോഴും ഞാൻ പറയാം, ഇപ്പോൾ ദല്ലാളുടെ ജോലി നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. പക്ഷേ അച്ഛനും അമ്മയടുത്ത് പോയി പറയാൻ പേടി. അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് ഡോക്ടർ ഒന്ന് ഇൻട്രൊഡ്യൂസ്. അപ്പോൾ നമുക്ക് അതൊക്കെ രസമായിട്ടുള്ള ഭാഗങ്ങളാണ്. പക്ഷേ അതൊക്കെ നമുക്ക് എന്താ ഇറ്റ്സ് വെരി അങ്ങനെ ഒരു ഭയങ്കര ക്ലോസ്നെസ് നമുക്ക് വരും ഇവരായിട്ട്. ഈ ഡോക്ടർ മുന്നേ പറഞ്ഞിട്ടുള്ള പോലെ, അതായത് ഒരു രോഗം ഒരാളെ നല്ല മനുഷ്യനാക്കും എന്ന് പറയുന്നതിന്റെ എക്സാമ്പിൾ അത് ഇഷ്ടംപോലെ നമുക്ക് കാണാം, ഇഷ്ടംപോലെ ആൾക്കാരെ കാണാം. നമുക്കിങ്ങനെ ഹു ഹാവ് റിയലി ബിക്കം ഗുഡ്. തിരിച്ചല്ല, അവർക്ക് ഒരു സെക്കൻഡ് ലൈഫാണ്, എന്തൊക്കെ പറഞ്ഞാൽ സെക്കൻഡ് ലൈഫാണ്. ആ ലൈഫിൽ വരുമ്പോഴത്തേക്കും അവർക്ക് കിട്ടുന്ന അനുഭവങ്ങൾ ഭയങ്കര, അവരുടെ ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിലുള്ള കാഴ്ചപ്പാട് മുഴുവൻ മാറും. നമ്മുടെ അവരുടെ പ്രയോറിറ്റീസ്. പക്ഷെ അതിൻ്റെ ഒരു ചെറിയ റിഫ്ലക്ഷൻ ട്രീറ്റിംഗ് ഡോക്ടർക്കും വരും. ഇപ്പം ഞാനൊരു 35-40 കൊല്ലം മുമ്പിലത്തെ ഡോക്ടർ എങ്ങാനല്ല ഡോക്ടർ എങ്ങാനും നമ്മുടെ പ്രയോറിറ്റീസൊക്കെ ഡിഫറെൻറ്റാണ്. ആ ഒരു ഡിഫറൻസ് വരുന്നതിൻ്റെ കാരണം അത് ഓട്ടോമാറ്റിക്കലി സംഭവിച്ചിരിക്കും. നമ്മളറിയാതെ തന്നെ നമുക്ക് ലൈഫിൽ ഇത്രയൊക്കെ ഉള്ളൂ, ഇതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും നമുക്കില്ല എന്നുള്ളൊരു ചിന്ത. അപ്പോൾ നമ്മൾ കോവിഡിൻ്റെ സമയത്ത് എല്ലാവരും പഠിച്ചു, എവറി വൺ ന്യൂ ദാറ്റ് നമുക്ക് എന്താ സംഭവിക്കാമെന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു ഫീലിംഗ് നമുക്ക് എപ്പോഴും വരും. എല്ലാ ദിവസവും ഓരോ മിഠായി കൊടുത്തോടും അവന് കൊണ്ട് കൊടുക്കാനായിട്ട്. അവന് ഒറ്റ മിഠായി പോലും കിട്ടിയില്ല. അദ്ദേഹം പുറത്തിറങ്ങിയത് കളഞ്ഞിട്ട് പോകും. അദ്ദേഹത്തിൻ്റെ വിചാരം ഈ അമ്മ കൈതൊട്ട ആ മിഠായി കൊണ്ട് കൊടുത്താൽ ക്യാൻസർ പകരുന്നുള്ളതാണ്. ഇത്രയൊക്കെ കീമോതെറാപ്പി എടുത്തങ്ങനെ ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്ത് വീട്ടിൽ പോയി ഭർത്താവിന് ചോറ് വെച്ച് കൊടുത്താൽ ചോറ് കഴിക്കാൻ പോവുക. ഇത് ഹിമാലയത്തിൽ നിന്ന് കിട്ടിയ ഔഷധ മൂല്യമുള്ള ഉപ്പാണ്. അതിൽ നിന്ന് വരുന്ന വായു മാത്രം മതി. അത് ശ്വസിച്ചുകൊണ്ട് 1 മണിക്കൂർ വീതം 3 ആഴ്ച ഇരുന്ന് കഴിഞ്ഞാൽ ബ്ലഡ് ക്യാൻസർ മാറും.